90 രൂപയ്ക്ക് ചിക്കൻ കൊടുക്കുന്നത് എന്തായി? എല്ലാ വീടുകളിലും ലാപ്ടോപ്പ് കൊടുക്കുന്നത് എന്തായി? ഇതൊക്കെ പറഞ്ഞു പോവാണെന്നേ. കേരളത്തിലെ ജനങ്ങളുടെ സർക്കാരിന്റെ RRTS എന്ന പദ്ധതി അത് നടക്കാൻ പോകുന്നില്ല, അത് ബജറ്റിൽ ഉറങ്ങുകയേ ഉള്ളൂ. അപ്പോൾ നടക്കാൻ സാധ്യതയുള്ളത് ഈ ശ്രീധരന്റെ അതിവേഗ പാതയാണ് എന്ന് കരുതുന്നുണ്ടോ? സംശയമേ. മുൻ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു സംശയവും ഇല്ലാന്നേ. ഇതിനകത്ത് ശരി. അപ്പോൾ അതിവേഗ പാതയോ ഇപ്പോൾ ഈ ശ്രീധരൻ വിഭാവനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ DPR തയ്യാറാക്കുന്നതിലേക്ക് കടക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ 5 വർഷം അവസാനിക്കാൻ നിൽക്കുമ്പോൾ ഇത്തരമൊരു പ്രൊജക്റ്റുമായി ഇപ്പോഴൊക്കെ വരുന്ന അത്തരം പ്രഖ്യാപനങ്ങളെ നമ്മളത് അർഹിക്കുന്ന ഈ പറയുന്ന ഗൗരവത്തോടെ കാണാൻ കഴിയൂ. ഇതിനകത്ത് കൃത്യമായൊരു കൃത്യതയില്ലാതെ കേരളത്തിൽ ഇത് വരാൻ പോകുന്നു, പുലി വരുന്നു എന്ന് പറയുന്ന പോലെ വരാൻ പോകുന്നു എന്ന് പറയുന്നതിനപ്പുറം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴൊക്കെ നമ്മളൊക്കെ കഴിക്കുന്നത് 90 രൂപയുടെ ചിക്കനാണല്ലോ. നമ്മളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കേരളത്തിലെ എല്ലാ വീടുകളിലും ഗവൺമെൻറ് എത്തിച്ച ലാപ്ടോപ്പാണല്ലോ. പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ കാര്യത്തിൽ അത് നടപ്പിലാകാൻ സാധ്യതയുള്ള ഒന്നാണോ എന്ന് ചിന്തിക്കാതെ ഒരു മനസാക്ഷിയുമില്ലാതെ പറയുന്ന ആളുകളാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് ഇത് പറയാൻ എന്താ പാട്? വളരെ കൃത്യമായി പറഞ്ഞു പോവാണ്. അന്ന് കേരയിൽ എന്ന് പറയുന്ന കേരളത്തിലെ CPM ഇതാ ഞങ്ങളുടെ ബ്രെയിൻ ബേബി എന്ന് പറഞ്ഞു കൊണ്ടുവന്നൊരു പ്രൊജക്റ്റിനെ കുറിച്ച്, അതിന്റെ അപ്രായോഗികമായ വശങ്ങളെ കുറിച്ച് ശരി, ആയിക്കോട്ടെ. കേരളയിൽ അപ്രായോഗികമാണ് എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അത് സർക്കാർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അതിന് കേന്ദ്ര അനുമതി അത്യാവശ്യമാണ്, കേന്ദ്ര സഹായം അത്യാവശ്യമാണ്. അത് നടപ്പാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇപ്പോൾ ഈ 2 പദ്ധതികളിൽ ഒന്ന് RRTS ആണ്. അത് സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയതാണ്. അതിന് 100 കോടി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ അതിവേഗ പാതയാണ്. അതിലാണ് ഇപ്പോൾ DPR നടപ്പാക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ ഓഫീസ് തുറക്കുന്നതിലേക്ക്, DMRCയുടെ മേൽനോട്ടത്തിൽ DPR ഒക്കെ തയ്യാറാക്കുന്നതിലേക്ക് ഈ ശ്രീധരൻ കടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് പദ്ധതിയുമായി മുന്നോട്ട് പോകാം? ഏതാണ് കേരളത്തിന് ഉചിതം എന്നാണ് കോൺഗ്രസ് കരുതുന്നത്? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ വളരെ നിങ്ങൾ 2 പദ്ധതി ചൂണ്ടിക്കാണിച്ചതിൽ ഏതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കാര്യത്തിൽ തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടേ. ഞങ്ങൾ ഇപ്പോൾ പറയുന്നു കേരളയിൽ അപ്രായോഗികമാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അന്നേ ഞങ്ങൾ പറഞ്ഞതാണെന്നേ അപ്രായോഗികമാണെന്ന്. ഇപ്പോൾ ഇതിന് 100 കോടി വിലയിരുത്തി എന്ന് പറയുമ്പോൾ സർവേ പരിഹരിക്കാൻ അതിവേഗ പാത അത്യാവശ്യമല്ലേ? അല്ല, ഈ അതിവേഗ പാതയ്ക്ക് ആദ്യം തുരങ്കം വെച്ചത് ആരാ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, MK മുനീർ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോൾ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന ഒരു നൂതന ആശയവുമായി മുന്നോട്ട് വന്നപ്പോൾ കേരളത്തിന്റെ തെരുവുകളിൽ മുഴുവൻ മുഴങ്ങിയ മുദ്രാവാക്യം എന്താ? കേരളത്തെ നെടുകെ പിളർക്കുന്ന പാത. കേരളത്തിന്റെ ഒരു ഗ്രാമത്തിൽ പശുവിനെ കെട്ടാൻ പോകുന്ന ഒരു മനുഷ്യന് അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ നടക്കില്ല. നിങ്ങളുടെ മനുഷ്യബന്ധങ്ങളെ തകർക്കുന്ന മതിൽ, നിങ്ങളുടെ ഈ പറയുന്ന സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള എല്ലാ ഇടപെടലുകളെയും നിരോധിക്കുന്ന ഒന്ന്. പശുവിനെ കൊണ്ടുപോകാൻ കഴിയില്ല, സ്കൂളിൽ പോകാൻ കഴിയില്ല, നിങ്ങളുടെ പുരയിടത്തിൽ നിന്ന് പറമ്പിലേക്ക് പോകാൻ കഴിയില്ല. ഇത്തരം പ്രചരണങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തെ എല്ലാ കാലത്തെയും പോയി പിന്നോട്ട് വലിച്ച ആളുകളാവര്. എന്നിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ചില ആശങ്കകൾ ഉന്നയിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇതിനകത്ത് ഈ 100 കോടി വകയിരുത്തിയെന്ന്. ഇതേ കേരളത്തിലെ കാര്യത്തിൽ പാഴാക്കപ്പെട്ട കോടികൾക്ക് ആരും മറുപടി പറയും? അതിന്റെ സർവേ, അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ, മഞ്ഞക്കുറ്റി നാട്ടൽ, ആഘോഷ പരിപാടികൾ, അതിനൊക്കെ പാഴായി പോയ 100 കോടി ആർക്ക് വേണ്ടി കൊടുത്തത്? ഇതിനകത്ത് ആരെ സംരക്ഷിക്കണം, ആരെ സഹായിക്കണം? ഈ ശ്രീധരൻ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയപ്പോൾ പ്രതിപക്ഷത്ത് നീ എതിർപ്പ് കണ്ടില്ലല്ലോ. ഇതേ ആശങ്കകൾ അവിടെയുമില്ലേ? അല്ല, ഈ ശ്രീധരൻ അത് പറയുക എന്ന് അല്ല, ഞാൻ അതിലേക്ക് വരാന്നേ. ഈ ശ്രീധരൻ അത് പറയുക എന്നല്ലാതെ അതിനിപ്പോഴും കേന്ദ്ര സർക്കാർ ഓൺ ചെയ്തിട്ടില്ല. ആരെങ്കിലും ഒരു പദ്ധതിയുമായി രംഗപ്രവേശനം ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കോ എനിക്കൊരു പദ്ധതി പ്രഖ്യാപിച്ചുകൂടെ? എന്ത് ഒഫീഷ്യൽ കപ്പാസിറ്റിയിലാണ് അദ്ദേഹം പ്രഖ്യാപിച്ചതെന്ന് വ്യക്തമാക്കേണ്ടത് അദ്ദേഹമല്ലേ? അതിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം കിട്ടാത്തിടത്തോളം കാലം ഞങ്ങൾ അതിനെക്കുറിച്ച് എന്തിനു സംസാരിക്കണം? ഞങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് വരുമ്പോൾ അത് അപ്രായോഗികമാണ് എന്ന് പറയുന്നത് പോലെയാണോ ഈ ശ്രീധരൻ നാളെ നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഇത്ര ഒരു ആശയമുണ്ട്, അത്രയ്ക്കുള്ള ആധികാരികതയല്ല അതിനുള്ളോ? നിങ്ങൾ പറയാണ് ഞാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നിങ്ങളത് ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്നത് പോലെ അതിൻ്റെ ഒഫീഷ്യൽ കപ്പാസിറ്റിയെക്കുറിച്ച് എന്തിൻ്റെ പേരിൽ എങ്ങനെ അദ്ദേഹം അവതരിപ്പിക്കുന്നു പറയുന്നതിനേക്കാൾ മുമ്പ് അതിനെ എതിർക്കേണ്ട എന്ത് കാര്യമാണ് ഞങ്ങൾക്കുള്ളത്? സംസ്ഥാന ഗവൺമെൻറ് അതുപോലെയാണോ?
ഈ ശ്രീധരനെ പോലെയാണ് സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇത്തരം ഒരു പദ്ധതിയുമായി രംഗത്ത് വരുമെന്ന് പറയുമ്പോൾ മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, മുൻപ് നടന്ന തീവട്ടിക്കൊള്ളകളുടെ പശ്ചാത്തലത്തിൽ, മുൻപ് ഇവർ ചെയ്ത ജനവിരുദ്ധമായ നടപടികളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു. വളരെ കൃത്യമല്ലേ, വളരെ വ്യക്തമല്ലേ? ഇങ്ങനെ ഒരു പദ്ധതിയുമായി രംഗത്തെത്തുമ്പോൾ അതിന് ബജറ്റിൽ ഉൾപ്പെടെ 100 കോടി മാറ്റിവെക്കുമ്പോൾ, അതിന് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരം നൽകുമ്പോൾ അതിൽ ഒരു പ്രാരംഭ പഠനം നടത്തേണ്ടതുണ്ടല്ലോ. അത് നടത്തി കഴിഞ്ഞിട്ടുണ്ടോ സർക്കാർ?